ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ബില്ല് വന്ന് വലിയ വിവാദമായിരിക്കുന്ന സമയമാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഫാദർ ഡോക്ടർ ആൻ്റണി വടക്കേക്കര അച്ഛൻ നമ്മോടൊപ്പം ഉണ്ട്. അച്ഛാ നമസ്കാരം. നമസ്കാരം. എന്താണ് അച്ഛാ ഈ ബില്ലിനെ കുറിച്ച് സംസാരിക്കാനുള്ളത്? 2026 മാർച്ച് മാസം 25 ഇന്ത്യൻ പാർലമെൻറ്റിൽ നമ്മുടെ ഹോം അഫയേഴ്സിൻ്റെ സഹായമന്ത്രി നിത്യാനന്ദ റായ് അവതരിപ്പിച്ച FCRA എന്ന് പറഞ്ഞാൽ വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബില്ല് ഇന്ത്യയുടെ പൊതുസമൂഹത്തിൽ വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. അതിൻ്റെ കാരണം 2010 ഈ ബില്ല് ആദ്യമായി ലോക്സഭയിൽ അവതരിപ്പിക്കപ്പെട്ടതും അതൊരു നിയമമായി മാറിയതും. ഇപ്പോൾ തന്നെ ഒത്തിരിയേറെ നിബന്ധനകൾക്ക് വിധേയമായും ഒത്തിരിയേറെ നിയന്ത്രണങ്ങളോട് കൂടി തന്നെയാണ് വിദേശ സംഭാവനകൾ ഏതൊരു സന്നദ്ധ സംഘടനകളും സ്വീകരിച്ച് തങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കൂടുതൽ കർക്കശമായ നിയമങ്ങൾ വരുന്നു എന്നുള്ളത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ മാത്രമല്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു 100 വർഷത്തോളം പഴക്കമുള്ള ഒരു സ്ഥാപനമാണെന്ന് വിചാരിക്കുക. അതൊരു വിദ്യാഭ്യാസ സ്ഥാപനമാകട്ടെ, അതല്ലെങ്കിൽ ഒരു ആതുരാലയമാകട്ടെ, അതുമല്ലെങ്കിൽ ഒരു പാലിയേറ്റീവ് കെയർ സെൻ്റർ ആകട്ടെ, അതുമല്ലെങ്കിൽ ഒരു ശിശു സംരക്ഷണ കേന്ദ്രമാകട്ടെ. അവിടെ ഇപ്പം പുതുതായി വന്നിരിക്കുന്ന ഒരാൾ ഒരു ക്രമക്കേട് നടത്തി എന്ന കാരണത്താൽ 100 വർഷത്തോളം പഴക്കമുള്ള ഈ സ്ഥാപനത്തിൻ്റെ FCRA അക്കൗണ്ട് ഫ്രീസ് ചെയ്യാനും അത് റദ്ദു ചെയ്യാനും അതുവഴിയായി ആ സ്ഥാപനത്തിൻ്റെ 100 വർഷം പഴക്കമുള്ള ലെഗസി ഒന്നും നോക്കാതെ ആ സ്ഥാപനം പൂർണ്ണമായും നാഷണലൈസ് ചെയ്യാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള അധികാരം കൊടുക്കുന്നു എന്നുള്ളത് തീർച്ചയായും ആശങ്ക ഉളവാക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കാത്ത കാര്യമാണ്. ഞാനങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഏതൊരു തെറ്റിനും ആനുപാതികമായൊരു ശിക്ഷയുണ്ട്. പക്ഷേ ഈ നിയമ ഭേദഗതി കൊണ്ട് സംഭവിക്കാൻ പോകുന്നത് തെറ്റിന് ആനുപാതികമല്ലാത്ത ഭീകരമായ ഒരു ശിക്ഷയുണ്ടാകുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ നിയമപരമായി ശിക്ഷ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ സ്ഥാപനം മുഴുവൻ നശിപ്പിക്കപ്പെടുന്നു എന്നുള്ളതോ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നേക്കുമായി നിർത്തിവെക്കേണ്ടപ്പെടുന്നു എന്നുള്ളതോ, അതുമല്ലെങ്കിൽ അത് ഗവൺമെൻറ് ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നതോ, ഗവൺമെൻറ് ഏറ്റെടുക്കുക മാത്രമല്ല, മുൻപ് നമുക്കുണ്ടായിരുന്ന ബില്ല് താൽക്കാലികമായി ഇപ്രകാരമുള്ള സ്ഥാപനങ്ങളെ ഏറ്റെടുക്കാൻ അനുവദിക്കുന്നതായിരുന്നു. എന്നാൽ ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്ന ഭേദഗതി വഴിയായി സ്ഥിരമായി ഈ സ്ഥാപനങ്ങളും അതുമായി ബന്ധപ്പെട്ട വാഹനങ്ങൾ, അതിൻ്റെ ആസ്തി മുഴുവനായും അതിൻ്റെ കെട്ടിടം മുഴുവനായും ഏറ്റെടുക്കാൻ അനുവാദം നൽകുന്നു എന്ന് മാത്രമല്ല, അത് കേന്ദ്ര ഗവൺമെന്റിന് വിൽക്കാനുള്ള അധികാരം പോലും ഉണ്ട് എന്നുള്ളത് തീർച്ചയായും നമ്മുടെ എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് എന്നതിൽ സംശയമില്ലല്ലോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ലാഭേച്ഛയില്ലാതെ ജനനന്മ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് പൂർണ്ണമായോ ഭാഗികമായോ ഒക്കെ വിദേശ സാമ്പത്തിക സഹായം സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന അനേകം സ്ഥാപനങ്ങൾ നമ്മുടെയൊക്കെ ചുറ്റും നമുക്ക് കാണാൻ സാധിക്കും. ഏതൊരു സ്ഥാപനവും ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾക്കനുസരിച്ചും ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന നിയമങ്ങൾക്കനുസരിച്ചും മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. അതല്ലാതെ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗവൺമെന്റ് നിയമ നടപടികൾ സ്വീകരിക്കണം. അതിൽ നമുക്ക് ആർക്കും തർക്കമില്ലല്ലോ. നിയമം ലംഘിക്കുന്ന ഒരു സ്ഥാപനവും തുടരാൻ പാടില്ല. പക്ഷേ കർക്കശമായ നിയമ ഭേദഗതി കൊണ്ടുവന്ന് ഇപ്രകാരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തടയിടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒരു ജനാധിപത്യ സർക്കാരിന് ഭൂഷണമല്ല എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇതോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. പൊതുസമൂഹത്തിൽ നിന്നും വലിയ ആശങ്ക ഉയർന്നു വന്നപ്പോൾ കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയോട് ഇതുമായി ബന്ധപ്പെട്ട് കക്ഷികളോട് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞത് ചർച്ച പോലും ഇല്ല എന്നാണ്. എന്ന് മാത്രമല്ല, ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ച് അത് ഭൂരിപക്ഷത്തോടുകൂടെ നിയമം പാസ്സായി കഴിഞ്ഞാൽ കിരാതമായ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമായി മാത്രമേ ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ഏതായാലും ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വരുന്ന വാർത്ത ലോക്സഭയിൽ ഇതിന്മേലുള്ള ചർച്ച നീട്ടിവെച്ചിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. അത് സ്വാഗതാർഹം. പക്ഷെ നീട്ടിവെച്ചത് കൊണ്ട് മാത്രമായില്ല. ഇതിൽ കൃത്യമായ ചർച്ച നടത്തണം, പൊതുസമൂഹത്തിൻ്റെ സംശയങ്ങൾ ദൂരീകരിക്കണം. അതുവഴിയായി ഇപ്പം
പുകമറയുടെ മറയിൽ നിൽക്കുന്ന, സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ജീവകാരുണ്യ സ്ഥാപനങ്ങളെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും NGOകളെയും പ്രത്യേകിച്ച് മതന്യൂനപക്ഷമായ ക്രിസ്ത്യൻ സമൂഹം പോലെ, കത്തോലിക്ക സഭ പോലെ ഒത്തിരിയേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന എന്തേരം സ്കൂളുകളും കോളേജുകളും, എത്രമാത്രം ആശുപത്രികൾ, എത്രമാത്രം ശിശു സംരക്ഷണ കേന്ദ്രങ്ങൾ, എത്രമാത്രം പാലിയേറ്റീവ് കെയർ സെന്ററുകൾ ഈ നാടിന് വേണ്ടിയിട്ട് നന്മ മാത്രം ലക്ഷ്യമാക്കി ലാഭേച്ഛ തെല്ലുമില്ലാതെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ഥാപനങ്ങൾ ഒരുപക്ഷെ തുച്ഛമായി എന്തെങ്കിലും നോമിനൽ ആയിട്ടുള്ള എന്തെങ്കിലും ഫോറിൻ സഹായങ്ങൾ സ്വീകരിച്ചു തുടങ്ങിയവയാകാം എന്നു കരുതിയിട്ട് വർഷങ്ങൾക്കിപ്പുറം എന്തെങ്കിലും ഒരു ക്രമക്കേട് കണ്ടു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തെ ഇല്ലായ്മ ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുന്ന കാര്യമല്ല എന്നതിൽ സംശയമില്ലല്ലോ. ഞാൻ ഇവിടെ മറ്റൊരു ബുദ്ധിമുട്ടും കൂടെ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. BJPയുടെ നേതൃത്വത്തിലുള്ള NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെയും മതപരിവർത്തന നിയന്ത്രണ ബില്ല് നിലവിൽ വന്നതോടുകൂടെ സ്വന്തം മതത്തിൽ വിശ്വസിക്കാനോ അത് പ്രചരിപ്പിക്കാനോ ആരാധനാലയങ്ങളിൽ പോകാനോ പോലുമുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന തരത്തിൽ പലരും ആക്രമണങ്ങൾക്കിരയാകുന്നു എന്നുള്ളത്, മിഷണറിമാര്, വൈദികര്, കന്യാസ്ത്രീകൾ ആക്രമണങ്ങൾക്കിരയാകുന്നു എന്നുള്ളത് വലിയ ആശങ്ക ഉളവാക്കുന്ന കാര്യമല്ലേ? ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദുരുപയോഗ സാധ്യത തുറന്നിടുന്ന ഒരു ബില്ലാണ് മതപരിവർത്തന ബില്ലെന്ന് പറയുന്നത്. അതിന് സമാനമായ രീതിയിലാണ് ഈ വിദേശ സംഭാവന നിയന്ത്രണ ബില്ലിലുള്ള ഭേദഗതികളും വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കൂടുതൽ ആശങ്ക ഉളവാക്കുന്ന കാര്യം. അതോടൊപ്പം തന്നെയും പറയാമല്ലോ, FCRA ലൈസൻസ് പുതുക്കി തരേണ്ട കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തന്നെ പുതുക്കാനുള്ള അപേക്ഷ തീരുമാനം എടുക്കാതെ നീട്ടിവെച്ചുകൊണ്ട് വൈകിപ്പിച്ച് എത്രയോ സ്ഥാപനങ്ങളെ പീഡിപ്പിക്കുന്നതായി ഈ അടുത്ത കാലങ്ങളിൽ എനിക്ക് തന്നെയും ബോധ്യമുണ്ട്. നമ്മളൊക്കെ കുറച്ച് വർഷങ്ങൾ കഴിയും, 3 വർഷമല്ല 5 വർഷങ്ങൾ കഴിയുമ്പോൾ FCRA ലൈസൻസുകൾ പുതുക്കണം. ഇത് പുതുക്കി തരേണ്ട ഏജൻസി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ ഇപ്പോൾ ഈ നിമിഷം എത്രമാത്രം അപേക്ഷകൾ കിട്ടിക്കിടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഈ ലൈസൻസുകൾ പുതുക്കി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമവിധേയമായി പ്രവർത്തിക്കുന്ന പല സ്ഥാപനങ്ങളും കൊടുത്ത FCRA അക്കൗണ്ട് ലൈസൻസ് പുതുക്കി തരാൻ ആവശ്യപ്പെട്ട പല അപേക്ഷകളും തീരുമാനമെടുക്കാതെ മേശപ്പുറത്ത് ഫയലിലിരിക്കുന്നു എന്നുള്ളത് ആശങ്ക ഉളവാക്കുന്ന കാര്യമല്ലേ? അപ്രകാരം നീട്ടിക്കൊണ്ടു പോകുന്ന അതേ ഏജൻസി തന്നെയാണ് ഇപ്പോൾ ഭേദഗതി കൊണ്ടുവന്നിട്ട് അപ്രകാരമുള്ള സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ തീർച്ചയായും അത് കേവലം ഒരു ആശങ്ക മാത്രമല്ല, അത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള, അവകാശങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റമായി പോലും നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും. ഒപ്പം തന്നെയും കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഇത് കേവലം ആതുരാലയങ്ങൾക്ക് നേരെയോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരെയോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേരെയോ മാത്രമുള്ള കടന്നുകയറ്റമല്ല, വിശ്വാസപരമായ ആരാധനാലയങ്ങൾക്ക് നേരെ പോലും. ഞാനൊരു പള്ളി പണിതാൽ ആ പള്ളിക്ക് വേണ്ടിയിട്ട് വിദേശികളായ ആരെങ്കിലും വിശ്വാസികളായ മനുഷ്യർ കുറച്ച് കോൺട്രിബ്യൂഷൻ തന്നു എന്ന ഒറ്റ കാരണത്താൽ ആ ദേവാലയം തന്നെയും അടച്ചുപൂട്ടാനോ അത് കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുക്കാനോ മറിച്ചു വിൽക്കാനോ പോലും സാധിക്കുന്നു എന്ന തരത്തിലുള്ള ബില്ലാണ് ഈ ഭേദഗതിയിലൂടെ വരുന്നത് എന്നുള്ളത് തീർച്ചയായും നമുക്കെല്ലാവർക്കും പ്രതിഷേധിക്കേണ്ട ഒരു കാര്യമായി മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയും ആസ്തികൾ സ്ഥിരമായി ഏറ്റെടുക്കുന്ന ഇപ്രകാരമുള്ള ഭേദഗതിയെ ഒരു കാരണവശാലും നമുക്ക് വകവെച്ചു കൊടുക്കാൻ സാധ്യമല്ല എന്നുള്ളത് കൂട്ടിച്ചേർത്ത് പറയേണ്ട കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഈ ഭേദഗതിയിൽ വന്നിരിക്കുന്ന വ്യവസ്ഥകൾ കിരാതവും ജനാധിപത്യ വിരുദ്ധവുമാണെന്ന് മാത്രമല്ല, ഭരണഘടന നമുക്കെല്ലാവർക്കും നൽകുന്ന ഉറപ്പുകൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ് എന്നുകൂടെ കൂട്ടിച്ചേർത്ത് പറയേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. ഒപ്പം തന്നെ നമുക്കറിയാലോ, മാറി മാറി വരുന്ന ഗവൺമെന്റുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെ സങ്കുചിതമായ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം നിയമ ഭേദഗതി വരുത്തുന്നു എന്നുള്ളത് അപലപനീയമാണ്. ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഏതൊരു സർക്കാരുകളും ഒരു തുടർച്ചയാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ സർക്കാരുകൾക്ക് നേതൃത്വം നൽകുന്ന ഭരണകക്ഷി, അത് രാഷ്ട്രീയ കക്ഷി, അവരുടെ സങ്കുചിതമായ താല്പര്യങ്ങൾക്ക് വേണ്ടി
ഇപ്രകാരമുള്ള ഭേദഗതി വരുത്തുമ്പോൾ വലിയ അരക്ഷിതാവസ്ഥയിലാകുന്നുണ്ട് ഇപ്രകാരമുള്ള സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന വ്യക്തികളും സ്ഥാപനങ്ങളും എന്നുള്ളതിൽ ഒരു സംശയവുമില്ലല്ലോ. അതുകൊണ്ട് തന്നെയും വലിയ തോതിലുള്ള നിയന്ത്രണങ്ങളും കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാക്കുന്ന അമിത അധികാരവും ഈ ബില്ലിനെ ഗൗരവമുള്ള ചർച്ചയ്ക്ക് കാരണമാക്കുന്നുണ്ട് എന്നുള്ളതും പൊതുസമൂഹം മുഴുവനായും തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ഇത് കേവലം കത്തോലിക്ക സഭയുടെ മാത്രമോ ക്രിസ്ത്യാനികളുടെ മാത്രമോ ന്യൂനപക്ഷങ്ങളുടെ മാത്രമോ ഒരു പ്രശ്നമല്ല കേട്ടോ. അങ്ങനെ ഇതിനെ ആരും ചുരുക്കി കാണരുത് എന്നുള്ള ഒരു അപേക്ഷ കൂടി എനിക്കുണ്ട്. പൊതുസമൂഹത്തിൽ മതങ്ങൾക്കതീതമായി എത്രമാത്രം വ്യക്തികളും സംഘടനകളുമാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വിദേശ സഹായം സ്വീകരിച്ചുകൊണ്ട് നടത്തി വരുന്നത്. അപ്രകാരമുള്ള എല്ലാ സംവിധാനങ്ങൾക്കു നേരെയുമുള്ള വെല്ലുവിളിയാണ് ഈ ഭേദഗതി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയും പൊതുസമൂഹത്തിൽ ഉയർന്നിരിക്കുന്ന ഗൗരവതരമായ സംശയങ്ങളുടെ സാഹചര്യത്തിൽ ബന്ധപ്പെട്ട കക്ഷികളുമായി ആഴത്തിലുള്ള ചർച്ച നടത്തി കേന്ദ്ര ഗവൺമെന്റ് സംശയങ്ങൾ ദൂരീകരിക്കുകയും കൃത്യമായി മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ടുള്ള നിയമവ്യവസ്ഥകൾ ഉണ്ടായിക്കോട്ടെ. അതിനെ നമ്മൾ ആരും എതിർക്കുന്നില്ല എന്ന് മാത്രമല്ല, സ്വാഗതം ചെയ്യുന്നു. നിയമപരമായി മാത്രമേ, ഭരണഘടനാനുസൃതമായി മാത്രമേ ഏതൊരു സ്ഥാപനങ്ങളും പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നുള്ള സുചിന്തിതമായ അഭിപ്രായം തന്നെയാണ് നമ്മളൊക്കെയും പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെയും പ്രിയപ്പെട്ടവരെ, ലാഭേച്ഛ കൂടാതെ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ സ്ഥാപനങ്ങളുടെയും NGOകളുടെയും ആസ്തികൾ വളഞ്ഞ വഴിയിൽ സർക്കാർ ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതും അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതും അത് പൂർണ്ണമായും ഗവൺമെന്റിന്റെ അധീനതയിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതും നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഇതിന്റെ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് വായിച്ച ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഡെസിഗ്നേറ്റഡ് ഏജൻസിയെ വെക്കുന്നു എന്നുള്ളതാണ്. ഇപ്രകാരമുള്ള ഏതെങ്കിലും നിയമപരമായ ക്ലോസുകളിൽ വീഴ്ച വരുത്തുന്ന ജീവകാരുണ്യ സ്ഥാപനങ്ങളെ, വിദേശ ഫണ്ട് സ്വീകരിക്കുന്ന ജീവകാരുണ്യ സ്ഥാപനങ്ങളെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡെസിഗ്നേറ്റഡ് ഏജൻസിയെ വെക്കുന്നു. പക്ഷെ പ്രശ്നം എന്താണെന്നറിയാവോ? ഈ ഡെസിഗ്നേറ്റഡ് ഏജൻസിക്ക് അനിയന്ത്രിതമായ അധികാരം നൽകുന്നു എന്ന് മാത്രമല്ല, ജുഡീഷ്യറിയിൽ, നമ്മുടെ ഇന്ത്യൻ നീതിന്യായ കോടതിയിൽ പോലും ചോദ്യം ചെയ്യാൻ സാധിക്കാത്ത വിധം ഈ ഏജൻസിക്ക് അധികാരം നൽകുന്നു, നിക്ഷിപ്തമാകുന്നു എന്നുള്ളത് വലിയ ഭയാശങ്ക ഉളവാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയും പക്ഷപാതരഹിതമായ തരത്തിൽ ഈ കാര്യങ്ങളെ കാണാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ്, ആഭ്യന്തര മന്ത്രാലയം ശ്രമിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി നമ്മൾ മുമ്പോട്ട് വെക്കുകയാണ്. അതുകൊണ്ട് തന്നെയും ഈ ഭേദഗതികളുമായി, ഇപ്പോൾ പ്രപ്പോസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഭേദഗതികളുമായി മുൻപോട്ട് പോയാൽ അത് സാമൂഹിക നീതിയുടെ നിഷേധമാകും എന്ന് പോലും പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും സന്നദ്ധ പ്രവർത്തകരെയും ലക്ഷ്യം വയ്ക്കുന്ന ഈ ഭേദഗതി പ്രതിഷേധാർഹമാണ് എന്ന് പറയുക മാത്രമല്ല, ഇത് പിൻവലിക്കണം. ഒരു കാരണവശാലും അതിൻ്റെ കൃത്യതയോടുകൂടെയുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിനെ മനസ്സിലാക്കി കൊടുക്കാതെ, ചർച്ചയ്ക്ക് വെക്കാതെ, പൊതുസമൂഹത്തിന് അവൈലബിൾ ആക്കാതെ ഇതൊരു നിയമമാകാൻ പാടില്ല എന്ന് മാത്രമാണ് നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യം. അതുകൊണ്ട് തന്നെയും മുൻപുണ്ടായിരുന്ന താൽക്കാലികമായ ഏറ്റെടുക്കൽ ഇപ്പോൾ കണ്ടുകെട്ടലായും അതോടൊപ്പം തന്നെയും വിൽപ്പനയ്ക്ക് വെക്കുന്നതുമായും മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കൂടുതൽ ആശങ്കയുളവാക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെയും നമ്മൾ മുൻപോട്ട് വെക്കുന്നത് 5 ആവശ്യങ്ങളാണ്. ഈ ബില്ലുമായി ബന്ധപ്പെട്ട്, ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കത്തോലിക്ക സഭ, ക്രിസ്ത്യൻ സമൂഹം, പ്രത്യേകിച്ച് CBCI എന്ന ഇന്ത്യയുടെ മെത്രാൻ സമിതി മുൻപോട്ട് വെച്ചിരിക്കുന്നത് 5 ആവശ്യങ്ങളാണ്. ആ 5 ആവശ്യങ്ങൾ ഇവയാണ്. ഒന്നാമതായി, ഈ ബില്ലില് വിവാദപരമായ ഏതെങ്കിലും ഭേദഗതികൾ കടന്നുകൂടുന്നുണ്ട് എങ്കിൽ അവ സ്ഥിരം സമിതിക്ക്, പാർലമെന്റിന്റെ സ്ഥിരം സമിതിയുടെ ചർച്ചയ്ക്ക് വിധേയമാക്കണം. അപ്രകാരമാണ് ഇതൊരു ബില്ലായി അല്ലെങ്കിൽ നിയമമായി പാസ്സാക്കപ്പെടേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ആവശ്യം എന്ന് പറയുന്നത്. രണ്ടാമതായി നമ്മൾ ആവശ്യപ്പെടുന്നത്, ഭരണഘടനാപരമായ ഏതെങ്കിലും വീഴ്ചകളുടെ പേരിൽ ആസ്തികൾ ഏറ്റെടുക്കുന്ന സ്ഥിരം സമിതിയായി ഇത് മാറുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടിന് കാരണമാകുന്നതാണ്. താൽക്കാലികമായ ഏറ്റെടുക്കലുകളാകാം, എന്നാൽ സ്ഥിരമായി ഏറ്റെടുക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കറക്ഷൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് ആ സ്ഥാപനങ്ങളെ നിയമവിധേയമായി പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. മൂന്നാമതായി, ജുഡീഷ്യറിയുടെ മേൽനോട്ടത്തിലാണ് ഇപ്രകാരമുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടത്. ഡെസിഗ്നേറ്റഡ് ഏജൻസി ഒരു ഇൻഡിപെൻഡന്റ് ഏജൻസിയായി നമ്മുടെ കോടതികൾക്കും മുകളിലാകാൻ പാടില്ല എന്നുള്ളതാണ് മറ്റൊരാവശ്യമായി നമ്മൾ മുൻപോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെയും ജീവകാരുണ്യ, വിദ്യാഭ്യാസ,
വിശ്വാസ സ്ഥാപനങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കപ്പെടുന്നതാകണം ബില്ലിലുള്ള ഭേദഗതി എന്നുള്ളതാണ് നാലാമതായി നമ്മൾ മുമ്പോട്ട് വെക്കുന്ന ആവശ്യം. അവസാനത്തേതും അഞ്ചാമത്തേതുമായി നിഷ്പക്ഷമായ പരാതി പരിഹാരത്തിനായി സ്വതന്ത്രമായ ഒരു അപ്പലേറ്റ് സമിതിയെ രൂപീകരിക്കണമെന്നുള്ളതും നമ്മുടെ ആവശ്യമാണ്. ഇപ്രകാരമുള്ള 5 നിർദ്ദേശങ്ങളാണ് നമുക്ക് മുൻപോട്ട് വെക്കാനുള്ളത്. അത് സ്വീകരിച്ച് പൊതുസമൂഹത്തിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന സംശയങ്ങൾ ദൂരീകരിക്കാനും അതുവഴിയായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സന്നദ്ധ പ്രവർത്തനങ്ങൾ, ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ, ലാഭേച്ഛ കൂടാതെ നടത്തുന്ന പ്രവർത്തനങ്ങൾ കൃത്യതയോടുകൂടെ മുൻപോട്ട് പോകാൻ അനുവദിക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് കേന്ദ്ര ഗവൺമെൻറ്റിനോട് നമുക്കെല്ലാവർക്കും പറയാനുള്ളത്. അതുകൊണ്ട് കേവലം ഇത് ഏതെങ്കിലും വ്യക്തികളുടെയോ ഏതെങ്കിലും സ്ഥാപനങ്ങളുടെയോ മാത്രം ആവശ്യമായി കണക്കാക്കാതെ പൊതുസമൂഹത്തിൻ്റെ ആവശ്യമായി തന്നെ കണക്കാക്കണമെന്നും ഇത് നിയമപരമായി ഭേദഗതികളെ മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് മാനവികതയെ കണ്ടുകൊണ്ട് ഭേദഗതി കൊണ്ടുവരണമെന്നുമാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ ബില്ല് ഡോക്ടർ ആന്റണി അച്ഛൻ്റെ ആശങ്കയല്ല കേട്ടോ, കത്തോലിക്ക സഭയുടെ ആശങ്കയല്ല. അച്ഛൻ പറഞ്ഞാൽ നിങ്ങൾ കേട്ട് കാണും. ഇത് എത്രയോ അമ്മമാര് അനാഥാലയങ്ങളുണ്ട്, കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഇതൊരു സഭയുടെ മാത്രം പ്രശ്നമല്ല. അച്ഛൻ പറഞ്ഞത് നിങ്ങൾ കേട്ടു. ഇത് എന്താണ് നമുക്ക് ചെയ്യാനുള്ളത് ജനങ്ങൾക്ക്? പ്രത്യേകിച്ച് ഇപ്പോൾ ഇലക്ഷനാണ്. കണ്ണി പൊടിയിടാൻ വേണ്ടി തൽക്കാലം ബില്ല് മാറ്റിവെച്ചു. ഭയങ്കര ബുദ്ധിയാണ്. ആ ബുദ്ധി നമുക്ക് മനസ്സിലാവണം. കേരളത്തിലുള്ള ജനങ്ങൾ മാത്രമല്ല, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ജനങ്ങൾക്കും മനസ്സിലാവണം. എത്രയോ കുഞ്ഞുങ്ങളാണ് അനാഥാലയങ്ങളിൽ കഴിയുന്നത്. ഒരു നേരത്തെ വെള്ളം കൊടുക്കാൻ പോലും ആരുമില്ലാത്തവരുണ്ട്. ഇവർക്കൊക്കെ വേണ്ടി ഏറ്റവും കൂടുതൽ സേവനം ചെയ്യുന്ന കത്തോലിക്ക സഭയാണ്, സിസ്റ്റർമാരാണ്. അങ്ങനെയുള്ളവർ ഒത്തിരിയുണ്ട്. അതുകൊണ്ട് അവർക്കാണ് ആശങ്ക കൂടുതൽ. മറ്റുള്ളവരും സൈലന്റ് ആയിട്ടിരിക്കുകയാണ്, ഇലക്ഷനാണ്. അപ്പൊ അതുകൊണ്ട് ജനങ്ങൾ ആരും മണ്ടരല്ല എന്ന് മനസ്സിലാക്കുക.